Hi friends, Andro Creations എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിന്റെ ബാറ്ററി ബാക്കപ്പും നെറ്റ്വർക്കും നമ്മുടെ മൊബൈലിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്മിന്റെ നെറ്റ്വർക്കുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിന്റെ നെറ്റ്വർക്കും അതുപോലെ തന്നെ മൊബൈലിൻ്റെ ബാറ്ററി ബാക്കപ്പുമായി രണ്ടുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ബന്ധം തന്നെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. നമ്മളൊരു പുതിയൊരു സിം എടുക്കാൻ പോകുന്ന സമയത്ത് എല്ലാവരും പുതിയൊരു സിം എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഇൻ്റർനെറ്റ് ഡേറ്റ, അതായത് നമുക്ക് നല്ല രീതിയിൽ ഇൻ്റർനെറ്റ് സ്പീഡോട് കൂടിയുള്ള ഒരു കണക്ഷൻ ആയിരിക്കും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നാൽ അതിനേക്കാൾ ഉപരി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന സ്ഥലത്ത്, അത് വീടായിക്കോട്ടെ നിങ്ങളുടെ ഓഫീസായിക്കോട്ടെ, അവിടെ നല്ല റേഞ്ചുള്ള സിമ്മ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണമെന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൽ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സിഗ്നലും അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പുമായി വളരെയേറെ ബന്ധമുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ മൊബൈലിൽ സിമ്മിൻ്റെ സിഗ്നൽ വളരെയേറെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നെറ്റ്വർക്കിൻ്റെ സിഗ്നൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് വളരെ പെട്ടെന്ന് തീർന്നു പോകും എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണമെന്ന് പറയുന്നത് നമുക്ക് സിഗ്നൽ ഇല്ലെങ്കിൽ, നമ്മുടെ മൊബൈലിൽ സിഗ്നൽ 1-2 കെട്ട, അതായത് നല്ലൊരു റേഞ്ച് നമ്മുടെ ഫോണിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, 1-2 കെട്ടയാണെങ്കിൽ പോലും അത് നല്ലൊരു റേഞ്ച് അല്ല. അപ്പോൾ 1-2 കെട്ടയേ ഉള്ളൂ എങ്കിൽ പോലും നമ്മുടെ മൊബൈൽ കൂടുതൽ റേഞ്ചിന് വേണ്ടി, കൂടുതൽ സിഗ്നൽ വലിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈലിൽ കൂടുതൽ റേഡിയേഷൻ പുറപ്പെടുവിക്കും എന്നുള്ളതാണ്. ഈ കൂടുതൽ റേഡിയേഷൻ പുറപ്പെടുവിക്കുമ്പോഴത്തേക്കും റേഡിയേഷൻ കൂടുതൽ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററിയിൽ നിന്നും കൂടുതൽ പവർ നമ്മുടെ മൊബൈൽ വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അത് നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി വളരെ പെട്ടെന്ന് കുറയുന്നതിന് വളരെയേറെ കാരണകരമാകും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റേഡിയേഷൻ കൂടുതലുള്ള സമയത്തൊക്കെ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ സിഗ്നലൊക്കെ വളരെ കുറവുള്ള സമയത്തൊക്കെ കൂടുതൽ റേഡിയേഷൻ ആയിരിക്കും നമ്മുടെ മൊബൈൽ കാണുക. ആ സമയത്തൊക്കെ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മളെയും വളരെയേറെ എഫക്റ്റ് ചെയ്യുമെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈലിൻ്റെ നെറ്റ്വർക്കും ബാറ്ററിയും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. നമ്മുടെ മൊബൈലിൻ്റെ കൂടുതൽ സ്പീഡ് കിട്ടുന്ന നെറ്റ്വർക്ക് നോക്കിയായിരിക്കും നമ്മൾ പലപ്പോഴും പോകാറുള്ളത്. അത്തരം സിമ്മുകളായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല സ്പീഡുള്ള നെറ്റ്വർക്ക് അല്ലെങ്കിൽ സ്പീഡ് കൂടുതൽ കിട്ടുന്ന ഏത് സിമ്മാണോ അത് തിരഞ്ഞെടുക്കുന്നതോടുകൂടി അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ കൂടുതൽ സമയം നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നല്ല റേഞ്ച് അത്തരം സിമ്മുകൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് അതും കൂടെ നോക്കി നിങ്ങൾ സിമ്മ് തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.